നമ്മൾ ആലോചിക്കണം, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ 100 വർഷത്തിനിടയിൽ അതിന്റെ പ്രവർത്തനങ്ങളെ കൊണ്ട്, അതിന്റെ ആശയപ്രചാരണങ്ങളെ കൊണ്ട് മുസ്ലിം സമൂഹത്തിൽ ഭിന്നിപ്പിന് നേതൃത്വം നൽകി എന്ന് ഒരാരോപണം ഉന്നയിക്കാൻ കഴിയില്ല. നേരെ മറിച്ച് മുസ്ലിം സമുദായത്തിനെതിരെ ഗൗരവമായ അപകടകരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ സമൂഹത്തിൽ വലിയ തോതിലുള്ള ആശയക്കുഴപ്പം സൃഷ്ടിച്ചത് ഇവിടെ കടന്നു വന്ന ബിദഅഈ പ്രസ്ഥാനങ്ങളാണ്. നമ്മുടെ നാട്ടിലെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾ ആദർശപരമായി അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ ആശയമനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ്. പാരമ്പര്യ മുസ്ലിങ്ങളാണ്, പാരമ്പര്യ സുന്നികളാണ്. ഈ പാരമ്പര്യ സുന്നികളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആചാര അനുഷ്ഠാന ക്രമങ്ങളെ ചൂണ്ടിക്കൊണ്ടാണ് ഇവർ ബഹുദൈവാരാധകരാണ്, ബഹുദൈവ വിശ്വാസികളാണ്, ശിർക്ക് ചെയ്യുന്നവരാണ് എന്ന ഗുരുതരമായ ആരോപണം ഉന്നയിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസികൾക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ വേണ്ടി വന്നത്. ആ ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ വേണ്ടി വന്ന ആളുകളുടെ ആശയ പ്രചാരണം ഇന്നും അവസാനിച്ചിട്ടില്ല. ചരിത്രത്തിൽ കാണാൻ സാധിക്കും, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സുന്നത്ത് ജമാഅത്തിന്റെ ആശയ പ്രചാരണങ്ങൾക്ക് വേണ്ടി നമ്മുടെ നാട്ടിലുടനീളം ഓടി നടന്ന മഹാനായ പണ്ഡിതനാണ് മർഹൂം ഇ കെ ഹസൻ മുസ്ലിയാർ. പരലോകത്തെ ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ഇ കെ ഹസൻ മുസ്ലിയാർ രോഗശയ്യയിൽ കിടക്കുന്ന സമയത്താണ് മുജാഹിദ് മൗലവിയായിട്ടുള്ള ഉമർ മൗലവി അദ്ദേഹത്തിന് കത്തെഴുതുന്നത്, നിങ്ങൾ ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊണ്ട് മുസ്ലിം ആവണം. എന്താണ് ആ കത്തിന്റെ താല്പര്യം? ഇ കെ ഹസൻ മുസ്ലിയാർ എന്ന് പറയുന്ന കേരളത്തിൽ അറിയപ്പെടുന്ന സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതനെ മുസ്ലിമായിട്ട് പോലും അംഗീകരിക്കാത്തൊരു വിഭാഗമാണ്. ഞങ്ങളാണ് ഇവിടെ ശുദ്ധമായ തൗഹീദ് പ്രചരിപ്പിക്കുന്നവർ എന്ന് അവകാശപ്പെട്ടുകൊണ്ട് മുസ്ലിം സമൂഹത്തിനിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ വന്നത്. എന്നാൽ അത് അന്നല്ലേ നടന്നത് എന്നൊരു പക്ഷെ ചോദിച്ചേക്കാം. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് കേരളത്തിൽ ഉത്തരവാദപ്പെട്ട മുജാഹിദ് വേദികളിൽ, ഔദ്യോഗിക വേദികളിൽ പ്രഭാഷണം നടത്തുന്ന പ്രമുഖനായ ഒരു മുജാഹിദ് പ്രഭാഷകൻ അദ്ദേഹം പരസ്യമായി പ്രസംഗിച്ചു. ആ പ്രസംഗം വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. നമ്മുടെ പള്ളികളിൽ, നമ്മുടെ വീടുകളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ മുസ്ലിം സമുദായത്തിന് ആത്മീയമായ ചൈതന്യത്തിലൂടെ വഴി നടത്താൻ വേണ്ടി പാരമ്പര്യ പണ്ഡിതന്മാർ പ്രാമാണികമായി പഠിപ്പിച്ചു തന്നിട്ടുള്ള ഒരുപാട് ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ഒരുപാട് നന്മ നിറഞ്ഞ സുഹൃതങ്ങൾ, ഹദ്ദാദ് റാത്തീബുകളും മൗലമൗലീദുകളും ഉൾപ്പെടുന്ന പ്രാമാണികമായി അംഗീകരിച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തോട് നിർവഹിക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ള ഇത്തരത്തിലുള്ള ആചാര അനുഷ്ഠാനങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ മുജാഹിദ് മൗലവി പറഞ്ഞു, ഹദ്ദാദ് റാത്തീബുകൾ നിർവഹിക്കുന്ന ഒരു പള്ളിയാണെങ്കിൽ ആ പള്ളി ഒരിക്കലും പള്ളിയല്ല, അത് അമ്പലമാണ്. കുതുബിയത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു ഇമാമുണ്ടെങ്കിൽ, ഒരു ഖത്തീബുണ്ടെങ്കിൽ അദ്ദേഹം ഇമാമല്ല, ഖത്തീബല്ല, അദ്ദേഹം അമ്പലത്തിലെ പൂജാരിയാണ്. മുസ്ലിം സമുദായത്തിനകത്തുള്ള ഒരു വിഭാഗത്തിന് മറ്റൊരു വിഭാഗത്തിന് എങ്ങനെയാണ് ഇത്ര നിഷ്ഠൂരമായ ആരോപണം ഉന്നയിക്കാൻ സാധിക്കുന്നത്? ഏതോ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന സംഭവമല്ല ഞാൻ പറഞ്ഞത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പോലും ഉത്തരവാദപ്പെട്ട വേദികളിൽ അവരുടെ ഔദ്യോഗികമായി ആശയങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പണ്ഡിത വേഷധാരി ഇവിടെയുള്ള മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾ ആചരിക്കുന്ന, അനുഷ്ഠിക്കുന്ന അത്തരത്തിലുള്ള സുഹൃതങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരെ മറ്റൊരു മതവിഭാഗത്തിന്റെ ആചാര്യനായി ചിത്രീകരിക്കുന്ന, അത് നിർവഹിക്കപ്പെടുന്ന പള്ളികളെ മറ്റൊരു വിഭാഗത്തിന്റെ ആരാധനാലയമായി ചിത്രീകരിക്കുന്ന അപകടകരമായ ആരോപണങ്ങളും ആശയപ്രചാരണങ്ങളും ഇവിടെ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ നിസ്സാരമായി കാണാൻ സാധിക്കുമോ? പരിശുദ്ധ ഇസ്ലാമിന്റെ യഥാർത്ഥ ആശയങ്ങൾ നമ്മുടെ സമൂഹത്തിന് മുമ്പിൽ പ്രചരിപ്പിക്കാൻ ബാധ്യതപ്പെട്ട പണ്ഡിതന്മാർ ഇത്തരത്തിലുള്ള ആശയപ്രചാരണങ്ങളും വികല വീക്ഷണങ്ങളും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെന്ത് ചെയ്യണം? അവർ മൗനം പാലിക്കണമോ? അവരത് കണ്ടില്ലെന്ന് നടിക്കണമോ? മുസ്ലിം സമൂഹത്തിലെ മഹാഭൂരിപക്ഷത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നു. ഇതിൽ 2 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, വിശ്വാസി സമൂഹത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവിടുത്തെ പ്രാമാണികമായ പണ്ഡിതന്മാർ ഈ സമുദായത്തെ നൂറ്റാണ്ടുകളായി പഠിപ്പിച്ച് പരിശീലിച്ചു വന്നിട്ടുള്ള ഈ നന്മ നിറഞ്ഞ നടപടിക്രമങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർക്കാണ് ക്ഷേത്രത്തിലെ പൂജാരിയെ കൂട്ടുപിടിക്കുന്നത്. ക്ഷേത്രമെന്ന് പറഞ്ഞാൽ ഹൈന്ദവ സഹോദരന്മാർ വളരെ ബഹുമാനപൂർവ്വം കൊണ്ടു നടക്കുന്ന അവരുടെ ആരാധനാലയമാണ്. എന്തിനാണ് ഇതിനെ ചെറുതാക്കി കാണിക്കുന്നത്?
ക്ഷേത്രത്തിലെ പൂജാരി എന്ന് പറഞ്ഞാൽ ഹൈന്ദവ സഹോദരന്മാർ അവരുടെ ആരാധനാലയത്തിൽ വളരെ ആദരവോടുകൂടി കാണപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ആളാണ്. എന്തിനാണ് ഒരു സമുദായത്തിൽപ്പെട്ട ഒരു വിഭാഗത്തെ ആക്ഷേപിക്കാൻ വേണ്ടി മറ്റൊരു മതവിഭാഗത്തിലെ ആചാര്യന്മാരെ വിമർശിക്കുന്നത്, മോശമാക്കി ചിത്രീകരിക്കുന്നത്? പരമത നിന്ന എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ബിദായി പ്രസ്ഥാനക്കാരുടെ ആശയത്തിന്റെ ഭാഗമാണെന്ന് കാണാം. പക്ഷേ നമ്മുടെ നാടിനെ പോലെയുള്ള ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും മതമുള്ളവനും മതമില്ലാത്തവനും ഒരുമിച്ച് ജീവിക്കുന്ന ഒരു ബഹുസ്വര സമൂഹത്തിൽ ഉയർത്തിപ്പിടിക്കാൻ പാടില്ലാത്ത അപകടകരമായ ആശയങ്ങളാണ് ഇത്തരം ആളുകൾ ഇവിടെ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം സമുദായത്തിലെ മഹാഭൂരിപക്ഷം വരുന്നൊരു സമുദായത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർക്കെതിരെ ശിർക്കും കുഫറും ആരോപിക്കുന്ന അപകടകരമായ ആശയ പ്രചാരണങ്ങൾ നടത്തുമ്പോ ഈ ആശയങ്ങൾ ഇത് അപകടകരമാണ്, ഇത് വികലമായ വീക്ഷണങ്ങളാണ്, ഇത് ഈ സമുദായത്തിന്റെ ഭദ്രത തകർക്കും, ഈ